വിവാദ വ്യവസായിയുടെ വിശ്വസ്തയായ യുവതി നൽകിയ പരാതിയിൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്ത മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയയ്ക്ക് ഒടുവിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നു. തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാണ് ഷാജൻ സ്കറിയയ്ക്ക് ജാമ്യം അനുവദിച്ചത്. യുവതിയുടെ പരാതി മറുനാടനെ വേട്ടയാടാനുള്ള അവസരമാക്കി മാറ്റിയ സർക്കാരിനും പോലീസിനും കനത്ത തിരിച്ചടിയാണ് ഷാജൻ സ്കറിയയുടെ ജാമ്യം. ഇന്ന് വൈകുന്നേരം 8 മണിയോടെ തുടങ്ങിയ നാടകീയതകൾക്ക് ഒടുവിലാണ് ജാമ്യം കിട്ടിയത്. എരുമേലിയിൽ നിന്നും മാതാപിതാക്കൾക്കൊപ്പം തിരുവനന്തപുരത്തെത്തി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കവെയാണ് കുടപ്പനക്കുന്നിലെ വസതിയിൽ നിന്ന് ഷാജൻ സ്കറിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിനുശേഷം വൈദ്യപരിശോധന പൂർത്തിയാക്കി മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കുകയായിരുന്നു. ഷർട്ടിടാതെയാണ് തന്നെ കസ്റ്റഡിയിലെടുത്തതെന്നും അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഭക്ഷണം കഴിക്കുകയായിരുന്നുവെന്നും തനിക്കെതിരായ കേസെന്തെന്ന് തന്നോട് പറഞ്ഞിട്ടില്ലെന്നും ഷാജൻ സ്കറിയ പ്രതികരിച്ചു. പിണറായിസം തൊലയട്ടെ എന്ന് മുദ്രാവാക്യം മുഴക്കിയ അദ്ദേഹം ജനാധിപത്യം സംരക്ഷിക്കാനാണ് താൻ ജയിലിലേക്ക് പോകുന്നതെന്നും തനിക്കെതിരെ ചുമത്തിയതെല്ലാം കള്ളക്കേസെന്നും പറഞ്ഞു. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനോ വേണ്ടി സർക്കാർ ഇപ്പോഴും എന്നെ വേട്ടയാടുന്നു. അപ്പോൾ എന്നെ പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു. അതായത് ഞാൻ ഇന്ന് എൻ്റെ 5 വയസ്സാണ് അവരുടെ വലിയൊരു ആഗ്രഹമായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കുറേ കാലം ആഗ്രഹമാണ്. അങ്ങനെയാണ് ഇവിടെ വരുന്നത്. പോലീസ് സ്റ്റേഷൻ പോയി എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ക്രൈം എന്താണ്. ഞാൻ പോലീസ് സ്റ്റേഷൻ ചെന്നു. പോലീസ് സ്റ്റേഷൻ വളരെ മാന്യമായിരുന്നു. ഞാൻ അവിടെ ഇരുന്നു. അവരതിന് ശേഷം എന്താണ് അറസ്റ്റിൻ്റെ പൂർണ്ണമായ പകർപ്പ് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. ഈ കേസിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. പക്ഷേ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ്.